ഹായ് ഹലോ, ഇന്ന് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പി കാണാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകവും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട. അതൊന്ന് ചെറുതായി വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. നല്ലപോലെ കളറ് മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പിടി മല്ലിയിലയും പുതിനയിലയാണ്, പിന്നെ ഒരു കഷ്ണം സവാള, പിന്നെ ഒരു കഷ്ണം തക്കാളി, 4 വെളുത്തുള്ളി. ഇതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി അരച്ചെടുത്തതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊടികളുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും പിന്നെ ഒരു മാഗി ക്യൂബും ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ വലിപ്പത്തിലുള്ള 2 വലിയ പീസാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ. അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ മുഴുവൻ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ തേച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഊറ്റിയിട്ടാണ് കേട്ടോ റൈസ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുക. 10 മിനിറ്റ് നേരം കുതിരാൻ വേണ്ടി വെച്ച ബസ്മതി റൈസാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു 90% വേവുമ്പോൾ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ബാക്കി ദമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണ് മന്തി ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഒന്ന് കുക്കായി കിട്ടിയാൽ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി അതേ ഓയിലിൽ തന്നെ നമുക്ക് ചെറിയ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും, ഒരു മാഗി ക്യൂബും, 2 ഏലക്കയും, പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൽ നിന്നും കുറച്ച് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. റൈസിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാനായിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് മസാല ഉണ്ടല്ലോ അത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് റൈസ് മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനും കൂടി മേലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ചാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം തന്നെ മൂടി വെക്കണേ. എന്നിട്ട് ഒരു 20 മിനിറ്റ് നേരം നമുക്ക് ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമുക്ക് ദം ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു പാനിൻ്റെ മുകളിലായിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഒരു 20 മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഭയങ്കര നല്ല മണമാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് റൈസ് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. മസാല ഒക്കെ ആക്കിയിട്ട് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് റൈസും വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മന്തി ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.